Hello. Welcome to market discussion of the day. Today, September 10, 2025, വെനസ്ഡേ ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ പുതിയ ബാച്ച് അടുത്ത ആഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ടുള്ള ഫോറക്സ് ട്രേഡിംഗ് ബാച്ചാണ്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. ഓക്കെ, രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് 2 ബാച്ചിലായിട്ടാണ് ഈ ഒരു കോഴ്സ് നടക്കുന്നത്. സോ എന്താ പറയുക, ഫ്രീ ആയിട്ട് ഈ ഒരു സമയത്ത് ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയക്കുക എന്ന് എടുത്ത് ഓർമ്മിപ്പിച്ച് പോകുന്നു. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്ക് ഇന്നത്തെ ദിവസത്തെ കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ഫണ്ടമെൻ്റൽസിലോട്ട് ആദ്യമേ പോകാം. അതിനുശേഷം ഒരുപാട് പൊളിറ്റിക്കൽ സീനുകളുണ്ട് കേട്ടോ, അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ഇന്ന് നമുക്ക് ആകപ്പാടെ ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ആണ്. ഓക്കെ, സോ പി പി ഐയുടെ ന്യൂസ് ഉണ്ട് 1:30 മണിക്ക് UK ടൈമിംഗ് 1:30 മണിക്ക് പി പി ഐയുടെ ന്യൂസ് ഉണ്ട്. വലിയ രീതിയിലുള്ളൊരു മാറ്റമൊന്നും ഉണ്ടാക്കാതെ പോകും എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ അത് കഴിഞ്ഞാൽ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ന്യൂസാണ് ഈ ഒരു സാഹചര്യത്തിൽ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണേണ്ട കാര്യമാണ്. കാരണം ബ്രിക്സ് കൂട്ടായ്മയ്ക്കെതിരെ നമ്മുടെ US പ്രസിഡൻ്റൊക്കെ എന്ത് വേണമെങ്കിലും ഉപരോധങ്ങളൊക്കെ ഏർപ്പെടുത്താനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ അതിൻ്റെ കൂടെ ഇന്നലെ ഒരു പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുണ്ടായൊരു ന്യൂസ് എന്താ വെച്ചാൽ US കോടതി US പ്രസിഡന്റിന് എന്ത് തീരുമാനങ്ങൾ വേണമെങ്കിലും എന്ത് ഉപരോധം വേണമെങ്കിലും എടുക്കാം എന്നുള്ള നിയമങ്ങൾ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടിട്ട് തന്നെ ഈ വീക്കെൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ അനൗൺസ്മെൻറ്റുകൾ പ്രതീക്ഷിക്കാം, ഉപരോധങ്ങൾ പ്രതീക്ഷിക്കാം. ഓക്കെ, സോ റഷ്യ ആയിട്ട് ട്രേഡ് ചെയ്യുന്ന രാജ്യങ്ങൾക്കെതിരെ ഓൾറെഡി പുള്ളിക്കാരൻ താരിഫൊക്കെ പല രാജ്യങ്ങൾക്കും കൊടുത്തിട്ടുണ്ടെങ്കിലും സോ എന്താ പറയുക, ഉപരോധങ്ങൾ പ്രതീക്ഷിക്കാം എന്ന ദിവസങ്ങളാണ്. സോ അതുകൊണ്ട് ഈ വീക്കെൻഡിൽ ഒരു കാരണവശാലും എന്ത് പാടില്ല, ഓപ്പൺ പൊസിഷൻ പാടില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി ഉള്ള കാര്യങ്ങൾ. സോ അതിൻ്റെ കൂടെ തന്നെ ജപ്പാനിൽ നിങ്ങൾക്കറിയാം, നമ്മൾ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജപ്പാൻ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, ഗവൺമെൻറ് കൊളാപ്സ് ആയി എന്നുള്ളൊരു കാര്യം നമുക്കറിയാം അല്ലേ. അതേപോലെ ഫ്രാൻസിൽ ഗവൺമെൻറ് കൊളാപ്സ് ആയി എന്നുള്ളൊരു കാര്യം അറിയാം. അവിടുത്തെ റീ എലക്ഷൻ, അവിടുത്തെ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി, ഇതെല്ലാം ഡയറക്റ്റ്ലി കുറച്ചുകൂടി ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്. സോ എന്താ പറയുക, ജപ്പാനിൽ നടക്കുന്നത് JPY ഡയറക്റ്റ്ലി ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രാൻസിൽ നടക്കുന്നത് യൂറോനെ ഡയറക്റ്റ്ലി ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത് കൊണ്ടിട്ട് തന്നെ ജാപ്പനീസ് യെന്നും യൂറോയും കൂടുതൽ പോസിബിലിറ്റി താഴോട്ട് പോകാനാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഓപ്പൺ പൊസിഷൻസും പ്രത്യേകിച്ച് ഗോൾഡിൽ ചെയ്യാതിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ എന്താ പറയുക, നമുക്ക് ബേസിക്കലി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റേഞ്ച് ബേസ്ഡ് മാർക്കറ്റാണ് നടക്കുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ്, ഇന്നലെ ഇസ്രയേൽ ഖത്തറിൽ ബോംബിട്ടു, ഹമാസിലെ ടെററിസ്റ്റുകളെ ഇത് ചെയ്യാനായിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ ഒരു ബോംബ് ഇതുണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ട് എന്തായി തീരും, അതെങ്ങനെയാണ്, ഖത്തർ തിരിച്ച് അടിക്കുകയോ ഇല്ലയോ ഒന്നും അറിയില്ല. സോ അങ്ങനെ വീണ്ടും ഒന്നാമത് ഗോൾഡിൻ്റെ പ്രൈസ് ഇത്രയും വലുത്, അതിൻ്റെ കൂടെ ഇവരിങ്ങനെ ബോംബൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഗോൾഡൊക്കെ എവിടെ പോയി, നമുക്കൊക്കെ ഇനി ഗോൾഡ് മേടിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഓക്കെ, സോ അതിൻ്റെ കൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മളുടെ CPI ഡേ ആണ് നാളത്തെ ദിവസം മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ നമ്മൾ ഫണ്ടമെൻ്റൽ വ്യൂസ് ഗോൾഡിനകത്ത് എന്താ പറയുക അഫക്റ്റ് ചെയ്യുന്ന ഫണ്ടമെൻ്റൽ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കേണ്ടത് ഇസ്രായേൽ എന്താ പറയുക ഖത്തറിലിട്ട സ്ട്രൈക്ക് തന്നെയാണ്. ഓക്കെ, സോ അതിൻ്റെ കൂടെ റേറ്റ് കട്ട്, ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതെല്ലാം അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് തന്നെ ഗോൾഡിനെ US ഡോളറിനെ താഴോട്ട് കൊണ്ടുപോവുകയും അത് ഗോൾഡിനെ മുകളിലോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഓക്കെ, സോ ബേസിക്കലി ഉറപ്പായിട്ടും ഗോൾഡിനകത്തൊരു റീട്രേസ്മെൻറ്റ് ഉണ്ടാവും. പക്ഷേ ഇപ്പോഴും ബുള്ളിഷാണ്. കാരണം ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ന്യൂസുകൾ വരാൻ കിടപ്പുണ്ട്, ഒരുപാട് പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി നടക്കുന്നുണ്ട്. സോ ഗോൾഡ് നല്ല രീതിയിലൊന്ന് റീട്രേസ് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ 3400 റേഞ്ചിലോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള US ന്യൂസുകൾ വരണം. ഓക്കെ, സോ US ഡേറ്റകൾ
എന്താ പറയുക വരണം എന്നുള്ളതാണ്. സോ അതിലുള്ളൊരു പോസിറ്റീവ് സൈഡ് എനിക്കറിയില്ല. ചിലപ്പം US പ്രസിഡന്റിന് ഇതേപോലെ എന്താ പറയുക ഉപരോധങ്ങൾ കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്. അങ്ങനത്തുള്ള കാര്യങ്ങളിലൂടെ എനിക്കറിയില്ല, ചിലപ്പം US ഡേറ്റാസ് ഇനി ചിലപ്പം നല്ല പോസിറ്റീവായിട്ട് വന്നാൽ ഗോൾഡ് ഒന്ന് താഴോട്ട് പോകാം എന്നല്ലാതെ വേറൊരു കാര്യവും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുന്നില്ല. ഗോൾഡിൻ്റെ കാര്യത്തിൽ നിന്നും കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഗോൾഡ് എപ്പോഴും അപ് ട്രെൻഡ് തന്നെയാണെന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കി സെല്ല് ചെയ്യാതിരിക്കുക. ഓക്കെ, പക്ഷേ ഒരു സെൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് JPYയിലോട്ട് വരാം. JPY ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 147.52 എന്ന് പറയുന്ന റേഞ്ചിലാണ്. സോ 140 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 147.51. സോ നമുക്കറിയാം 147.4 എന്ന് പറയുന്നതൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണെന്നറിയാം. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ആയിട്ടുണ്ട്. ഓക്കെ, റെസിസ്റ്റൻസ് ബ്രേക്കായി ഇതിൻ്റെ മുകളിലാണ് 2.5-ക്കുള്ള ക്യാൻഡിൽ 147.40 മുകളിൽ 147.56 ഈ റേഞ്ചിലാണെങ്കിൽ വീണ്ടും ആ റെസിസ്റ്റൻസ് ബ്രേക്കായി മുകളിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് JPYയുടെ കാര്യത്തിന്. അതെന്നും പറഞ്ഞാൽ അവിടെ നിന്നൊരു ബൈ എടുക്കണോ എന്ന് ചോദിച്ചാൽ ഞാൻ എടുക്കേണ്ടതെന്നേ പറയത്തുള്ളൂ. കാരണം അവിടുത്തെ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ഭയങ്കര കൂടുതലാണ്. പുതിയ ഗവൺമെൻറ് വരാൻ പോവുകയാണ് ജപ്പാനിൽ. ഓക്കെ, സോ നമുക്ക് പറ്റുന്ന കാര്യം ചെയ്യാൻ കുറച്ചും കൂടെ ഉചിതമായിട്ടുള്ളൊരു കാര്യം 148 അവിടെ നിന്നുള്ള സെല്ലാണ്. ഓക്കെ, സോ 148 അവിടെ കറക്റ്റായിട്ട് 148 എത്തുന്നതിനെക്കാട്ടിലും 148.2, 148.3 അവിടെ നിന്നുള്ളൊരു സെല്ല് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അവിടെ നിന്നുള്ളൊരു സെൽ ഓപ്പർച്യൂണിറ്റി എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് JPYയിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ JPYയിൽ വേറെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നെൻ്റെ അടുത്ത് ചോദിച്ചാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയുക സെൽ സൈഡിൽ നിൽക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് JPYയെ സംബന്ധിച്ച് പറയാനായിട്ടുള്ളത്. കാരണം അതിൻ്റെ ഈ ഒരു പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി കൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അത് ഇപ്പോൾ നിൽക്കാതിരിക്കുക, അത് കുറച്ചുകൂടെ ഒന്ന് മുകളിലോട്ട് പോയി നമുക്ക് നല്ലൊരു പ്രൈസിൽ കിട്ടുന്ന സമയത്ത് 148.2, 148.3 ഈ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞുണ്ടല്ലോ ഈസി ആയിട്ട് നമുക്ക് ഈവൻ ലിമിറ്റുകൾ ഇട്ട് വെക്കാം, സെൽ ലിമിറ്റുകൾ ഇട്ട് വെക്കാം. ഓക്കെ, സോ അങ്ങനെ വേണമെങ്കിലും നമുക്ക് അത് കൺസിഡർ ചെയ്യാവുന്നതുമാണ്. സോ സെല്ലിലോട്ട് മാത്രം നിൽക്കുക. 148.3 നമുക്ക് സെല്ല് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വട്ടം ഹൈ പോയിട്ടുള്ള 149.1 റേഞ്ചിലൊക്കെയാണ്. സോ അതിൻ്റെ മുകളിലായിട്ട് $2 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക. ഓക്കെ, സോ 148 അവിടെയാണ് നിങ്ങൾ കിട്ടുന്നതെങ്കിൽ 148.80 അവിടെയെങ്കിലും സ്റ്റോപ്പ് ലോസ് വെക്കുക എന്നുള്ളൊരു കാര്യമാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ഓക്കെ, ടേക്ക് പ്രോഫിറ്റും വെച്ച് തന്നെ പോവുക, അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പോൾ, യൂറോ ഇന്നലെ ഒരു ഹൈ 1.1778 എന്ന് പറയുന്ന റേഞ്ച് വരെ എത്തിയിട്ടുണ്ടായിരുന്നു മാർക്കറ്റ്. സോ ഇവിടുന്ന് വലിയ രീതിയിലുള്ള റീട്രേസ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. 1.1692 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. ഇതേവരെ 1.1700 ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഓക്കെ, പക്ഷേ യൂറോയുടെ ഒരു അൺസർട്ടൺ സിറ്റുവേഷൻ ആണ് ആക്ച്വലി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ മറക്കാതിരിക്കുക. യൂറോയിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുന്നത് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും. ഇല്ലാത്ത പക്ഷം നമുക്ക് 1.1800 വരെയൊക്കെ മാർക്കറ്റ് വരണം, അല്ലേ? 1.1800 മാർക്കറ്റ് വന്നാൽ 1.1800 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ദൂരമൊന്നുമില്ല. ഒരു 100 പിപ്പ് മുകളിലോട്ട് പോയാൽ മതി. 1.1800 അവിടെ നിന്നുള്ളൊരു സെല്ല് വളരെ നല്ലൊരു സെല്ല് ഓപ്പർച്യൂണിറ്റിയാണ്. 1.1840 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസും വെക്കണം. ഇല്ലാത്ത പക്ഷം 1.1500 റീച്ച് ആവുന്നവരെ വെയിറ്റ് ചെയ്യണം. അവിടെ നിന്നുള്ളൊരു ബൈ ആണ് എനിക്ക് റെക്കമെൻഡ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, സോ സപ്പോസ് പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ഫ്രാൻസിൽ നടക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് അറിയാം, അല്ലേ? സോ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ പുതിയൊരു പ്രൈം മിനിസ്റ്ററിനെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ പുള്ളിക്കാരനാണ് റെസിഗ്നേഷൻ പഴയ പ്രൈം മിനിസ്റ്ററും
പ്രസിഡന്റിന് റെസിഗ്നേഷൻ കൊടുക്കും. അതിനുശേഷം പ്രസിഡന്റാണ് പുതിയ പ്രൈം മിനിസ്റ്ററിനെ തിരഞ്ഞെടുക്കുന്നത്. അത് തിരഞ്ഞെടുത്തിട്ട് ആ പുള്ളിക്കാരന് വോട്ട് ഓഫ് കോൺഫിഡൻസും കിട്ടണം, എങ്കിൽ മാത്രമേ പുതിയ പ്രൈം മിനിസ്റ്റർ വരുള്ളൂ. അങ്ങനെ വോട്ട് ഓഫ് കോൺഫിഡൻസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് വീണ്ടും യൂറോനെ 1.1500 പോലും നിൽക്കാത്ത രീതിയിൽ താഴോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള പോസിബിലിറ്റിയും ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വേണം യൂറോയിൽ ബൈ എടുത്ത് പോകാനായിട്ട്. ഓക്കെ, പക്ഷേ യൂറോയിൽ എൻ്റെ റെക്കമെൻഡേഷൻ ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ സെല്ല് തന്നെയാണ്. നമുക്ക് നല്ലൊരു കുറച്ചും കൂടെ ഒരു മുകളിലോട്ടൊന്ന് റീട്രേസ് ചെയ്ത് കിട്ടിയാൽ 1.1750 കിട്ടിയാൽ അവിടുന്ന് സെല്ലെടുത്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിന്ന് എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ നേരെ നമ്മൾ ജി ബി പിയിലോട്ട് വരുമ്പം ജി ബി പി 1.3521 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. നമുക്കറിയാം 1.3500 ആണ് നമുക്ക് പ്രോപ്പറായിട്ടൊരു ബൈ എൻട്രി ഉള്ളത് അല്ലേ. സോ 1.3500 അവിടെ തന്നെ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോവുക. 1.3440 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് നിൽക്കുക ജി ബി പിയുടെ കാര്യത്തിനകത്ത്. ഓക്കെ, നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡ് 3644 എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിൽ നിൽക്കുന്നു. ഇനി എങ്ങോട്ട് എന്നുള്ള കാര്യത്തിനകത്തുള്ളൊരു ഉത്തരം എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും, നമുക്ക് റേഞ്ച് ഞാൻ പറയാം, അല്ലെങ്കിൽ നമ്മുടെ റേഞ്ച് ഇപ്പോഴത്തെ റേഞ്ച് 3630 ടു 3680 ആണ്. ഓക്കെ, സോ 3630 മുകളിൽ 30 to 40 സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയായിരുന്നു. സോ കഴിഞ്ഞ 3-4 അവർലി ക്യാൻഡിൽ 3640 മുകളിലായിട്ട് സ്റ്റാർട്ട് ചെയ്തു. സോ 3640 മുകളിലായിട്ട് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ടിട്ട് തന്നെ അത് ഹെഡിങ് ടു 3660 ആവാനായിട്ടുള്ള പോസിബിലിറ്റി കൂടുതലാണ്. സോ 3660 മുകളിലായിട്ട് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ വീണ്ടും ഇന്നലെ ഇന്നലെ പോയതുപോലെ ഇന്നലെ 3674 വരെ മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ അവരെ വരെയൊക്കെ ഒന്നും കൂടെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി കൂടുതലാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. 3000 ഓക്കെ, സോ 3600 സോറി ലിമിറ്റൊക്കെ വന്നല്ലോ. ഓക്കെ, സോ 3673-74 റേഞ്ചിലോട്ട് വീണ്ടും അല്ലെങ്കിൽ ഒരു 80 ലെവലിലോട്ട് വീണ്ടും പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈവൻ 3700 പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. കാരണം ഇന്ന് പ്രത്യേകിച്ച് വലിയ ന്യൂസുകളൊന്നും വരാനില്ല. അത് ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് മാത്രമേ ഉള്ളൂ അല്ലേ. സോ ചിലപ്പം ക്രൂഡ് ഓയിൽ വളരെ നെഗറ്റീവ് ന്യൂസ് വന്നാൽ ചിലപ്പം 3675 അല്ലെങ്കിൽ 80 നിൽക്കാതെ ചിലപ്പോൾ 3700 പോകും. പക്ഷെ ഉറപ്പായിട്ട് റീട്രേസ് ചെയ്ത് താഴോട്ട് വരാനായിട്ടുള്ള എളുപ്പമായിട്ട് വരികയും ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഓക്കെ, സോ ഇതാണ് ഗോൾഡിൻ്റെ അപ് ട്രെൻഡ്. സോ 3630 താഴെ സപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ ഒന്നും കൂടെ റീട്രേസ് ചെയ്ത് കിട്ടി 3600 ഫസ്റ്റ് സപ്പോർട്ടും അതിനുശേഷം 3580 570 സെക്കൻഡ് സപ്പോർട്ടുമായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, സോ അതിൻ്റെ താഴോട്ട് CPIയുടെ ഡേറ്റയ്ക്ക് മുന്നേ ആയിട്ട് വരാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. സോ മാർക്കറ്റ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, മാർക്കറ്റ് യൂറോപ്പ് സോൺ തുടങ്ങിയതിന് ശേഷം മാർക്കറ്റ് ചെറിയ മൂവ്മെൻ്റ് ആണുള്ളത്. 3644-47 ആ റേഞ്ചിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കളിക്കുകയാണ്, അനങ്ങുന്നില്ല മാർക്കറ്റ്. ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. കാരണം നാളെ CPIയുടെ ഡേറ്റ വരുന്നുണ്ട്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. CPIയുടെ ഡേറ്റ വീണ്ടും US എക്കണോമിക്ക് നെഗറ്റീവായിട്ടാണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് ഗോൾഡ് ദാക്ഷിണ്യമൊന്നും കാണിക്കത്തില്ല. ഓൾ ടൈം ഹൈ ആണെന്ന് ഉള്ളൊരു ദാക്ഷിണ്യമൊന്നും ഗോൾഡിന് ഉണ്ടാവത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. പല ആൾക്കാരുടെയും പൈസ സ്റ്റക്കാണ്. പല ആൾക്കാരും എന്താ പറയുക, റീട്രേസ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം എനിക്കറിയാം. പക്ഷേ എനിക്ക് പറയാനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ഈ ഒരു മാർക്കറ്റിൽ പോയി സെല്ല് ചെയ്യാതിരിക്കുക, എവിടെയെങ്കിലും പോയി സെല്ല് ചെയ്യാതിരിക്കുക. സെല്ല് ചെയ്താൽ പ്രോപ്പറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് വെക്കുക. ഒരു വീഴ്ച ഉണ്ട് എന്തായാലും. ഓക്കെ, ആ വീഴ്ചയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. പക്ഷേ അത് ചെയ്യേണ്ടത് സമയം 3680 കിട്ടുമ്പോഴാണ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഹെഡ്ജെങ്കിലും ചെയ്ത് വെക്കുക എന്നുള്ളൊരു കാര്യം. കാരണം ഹെഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിലോട്ട് കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റിയും കൂടെ ഉണ്ട്. നമുക്കറിയാം 3680 വരെ പോകത്തുള്ളൂന്നല്ലേ. സോ അതുവരെ പോയിട്ടുള്ളതെങ്കിൽ ഹെഡ്ജ് ചെയ്യുന്ന ആൾക്കാർക്ക് അവിടെ വെച്ച് കട്ട് ചെയ്ത് കളയാം, ബാക്കി നമുക്ക് ആ ഒരു പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യും. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ആക്ച്വലി പറയാനായിട്ടുള്ളത്. ഒരുപാട് ആൾക്കാർ 3002 ഏകദേശം 2 ആഴ്ചയ്ക്ക് മുന്നേ, കഴിഞ്ഞ വെള്ളിയാഴ്ച, അതിൻ്റെ മുന്നത്തെ വെള്ളിയാഴ്ച 3400 നിന്ന ഗോൾഡാണ്. അതിൻ്റെ മുന്നത്തെ വെള്ളിയാഴ്ച 3300 നിന്ന
ഗോൾഡാണ് 3 ആഴ്ചയ്ക്ക് മുന്നേ 3300 നിന്ന് 3643, 3673, ഒരു $400 കയറ്റം ഓൾറെഡി നടന്നിട്ടുണ്ട്. സോ അവിടുന്ന് ഒരു $100-150 താഴോട്ട് പോകേണ്ടതല്ലേ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അങ്ങനെ മാത്രം ചെയ്യുക. ബൈ എടുത്താലും സെല്ലെടുക്കുമ്പോൾ കുറച്ചും കൂടെ മുകളിൽ കിട്ടിക്കഴിഞ്ഞാൽ സെല്ലെടുക്കുക. ബൈ എടുക്കുമ്പോൾ നോക്കി സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ എടുക്കുക. കാരണം ഇല്ലെങ്കിൽ പണി കിട്ടും. മനസ്സിലായില്ലേ? ഇതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.